ഹലോ മൈ ഡിയർ ഫാമേഴ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോകൾ കണ്ടിട്ട് പലപ്പോഴും പല ഫാമേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഏതാണ് ചിക്സ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഏത് ഫീഡാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളെ ഫാമിലൊക്കെ വീഡിയോയിൽ കണ്ടതുപോലെ കോഴികൾ ആ ഒരു മഞ്ഞക്കാല് തെളിഞ്ഞു വരുന്നില്ല, അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന FCR കിട്ടുന്നില്ല, ഗ്രോത്ത് കിട്ടുന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, ബ്രീഡ് മാറിയതുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നമുക്കിപ്പോൾ പൊതുവെ എല്ലാവർക്കും കിട്ടുന്നത് നമുക്കൊരേ കോബ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ കോബ് ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേങ്കിൽ അതിൻ്റെ ആ ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ ഫാമിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫാം മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു 1-2 ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ചൂട് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. ആദ്യത്തെ ഒരു 14 ദിവസം നമ്മൾ നിർബന്ധമായിട്ട് ചൂട് കൊടുക്കേണ്ടതുണ്ട്. അത് ആദ്യത്തെ ഒരു 3 ദിവസം നമ്മൾ പകലും നൈറ്റും ഒക്കെ എടുക്കണം. പിന്നെ നമ്മൾ 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നോർമൽ കാലാവസ്ഥയിലാണെങ്കിൽ നൈറ്റ് മാത്രം മതി. നൈറ്റ് നമ്മൾ നിർബന്ധമായിട്ടും ഒരു 13-14 ദിവസം വരെ നമ്മൾ ചൂട് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരിക്കലും തന്നെ ഒരു ലാഭം നോക്കിക്കൊണ്ട് ചിലപ്പോൾ ഒരു 5-8 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിവാക്കില്ല, അങ്ങനെയൊന്നും ചെയ്യരുത്. അതേപോലെ തന്നെ കുറേ ബൾബുകൾ ഓഫാക്കിയിടുക. അതേപോലെയും ചെയ്യാതെ നമ്മൾ ആ ഒരു ചൂട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് കൃത്യമായിട്ട് തന്നെ ചൂട് കൊടുത്തു കഴിഞ്ഞാലാണ് അതിൻ്റെ ആ ഒരു യോഗ കൃത്യമായി വലിഞ്ഞ് ആ ഒരു കോഴികൾ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ചൂട് കൊടുക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫീഡിങ്ങും അതേപോലെ തന്നെ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട്. വെള്ളം നമ്മളെപ്പോൾ നല്ല ശുദ്ധമായ വെള്ളം തന്നെ കുടിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളം എല്ലാ സമയത്തും നമ്മൾ ഫാമിലുണ്ട് നമ്മൾ ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തൊരു മെയിനായിട്ടുള്ളൊരു ബേസ് എന്ന് പറയുന്നത് മാക്സിമം ഫീഡ് എടുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫീഡിങ്ങായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ പല കണക്കുകൾ കേട്ടിട്ടുണ്ട്. 100 കോഴിക്കുഞ്ഞുങ്ങൾക്കൊരു പാത്രം അല്ലെങ്കിൽ 50 പാത്രം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ നമ്മൾ അതൊന്നും അത്ര മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മാക്സിമം ഫീഡ് എടുപ്പിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഞങ്ങൾക്കൊരു ഒരു ഡെമോ കാണിച്ചത്. ഇപ്പോൾ അവിടെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അവിടെ ഒരു തീറ്റപ്പാത്രം നിറച്ചിട്ട് അവിടെ വെച്ച് കൊടുത്ത്, എന്നാൽ തൊട്ടപ്പുറത്തൊക്കെ തീറ്റ പാത്രം അവിടെ ഓൾറെഡി ഉണ്ട്. അതിനിടയിലാണ് ഒരു കൂട്ടം കോഴിക്കുഞ്ഞുങ്ങൾ വെറുതെ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ സെൻറ്ററിൽ കൊണ്ടുപോയി തീറ്റപ്പാത്രം വെച്ച് കൊടുത്തൊരു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ അവിടെ വന്നിട്ട് ഫീഡെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഇതിൻ്റെ ബേസ് നമുക്കറിയാമല്ലോ, ഏകദേശം ഒരു 3400-3500 ഫീഡാണ് 2200 ബോഡി വെയിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ ആ ഒരു 3400-3500 ഫീഡ് എത്രയും നേരത്തെ എടുപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കയ്യിൽ 3 ബോട്ടിലുകളുണ്ട്. ആദ്യം നമുക്ക് ശ്രദ്ധയോടെ ഒഴിക്കാം. ഇനി അലക്ഷ്യമായി ഒഴിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോ കാണിക്കാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫുൾ ബോട്ടിൽ അതിനകത്ത് ഫുള്ള് വെള്ളമുണ്ട്, എന്നാൽ 2 കാലി ബോട്ടിൽ, അത് രണ്ടും 1 ലിറ്ററിൻ്റെ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഒരു പ്രാവശ്യം എന്ത് ചെയ്യുന്നു, ഒരാൾ കൃത്യമായി നല്ല സൂക്ഷ്മതയോടെ അതിലേക്ക് ആ ഒരു വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വെള്ളം കൊണ്ട് ആ ഒരു ബോട്ടിൽ ഫില്ല് ചെയ്യാൻ പറ്റും. എന്നാൽ രണ്ടാമതൊരാൾ വളരെ അലക്ഷ്യമായിട്ടാണ് ഒഴിക്കുന്നതെങ്കിൽ ആ 1 ലിറ്റർ വെള്ളം കൊണ്ട് ആ 1 ലിറ്റർ ബോട്ടിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതേപോലെ ആകരുത് നമ്മൾ ഫീഡ് കൊടുക്കുക. ഈ 3500 തീറ്റ കൊണ്ട് നമുക്ക് 2200 എത്താൻ പറ്റും. പക്ഷേങ്കിൽ അത് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ കോഴി പിടിക്കുന്ന, അതായത് നമ്മൾ ഫസ്റ്റ് ഡേ മുതൽ ഫസ്റ്റത്തെ 1-2 ദിവസത്തിൽ നമ്മൾ പേപ്പറിലാണ് കുഞ്ഞുങ്ങളെ വിടുന്നത്, ലിറ്ററിലല്ല. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ അന്ന് മുതൽ നമ്മൾ കോഴി പിടിക്കുന്നത് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം വെച്ചാൽ ഈ ഒരു ലിറ്റർ മാനേജ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലിറ്റർ ഇപ്പോൾ ഇതേപോലെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ സൂക്ഷിക്കുമ്പോഴാണ് ആ ഒരു ഫാമിൽ അമോണിയയുടെ സാന്നിധ്യം വളരെ താഴ്ത്തി കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ ഇത് കോഴികളുടെ ആരോഗ്യത്തെയും വളർച്ചയും ഒരുപാട് സ്വാധീനിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതും മെയിനായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞ ഈ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫാം മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത് പിന്നീട് വരുന്ന വീഡിയോകളിലൂടെ നമുക്ക് കാര്യത്തെക്കുറിച്ചും അറിയാം. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ.